കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുക. പുതിയ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖത്ത് പോലും നോക്കാതെ ഗവർണറും മുഖ്യമന്ത്രിയും. തൊട്ടടുത്ത സീറ്റിലിരുന്നിട്ടും മിണ്ടാനും ആശയവിനിമയം നടത്താനും കൈ കൊടുക്കാൻ പോലും ഇരുവരും തയ്യാറായില്ല. അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തില്ല. അസാധാരണ പോർവിളിക്കിടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഗവർണറും മുഖ്യമന്ത്രിയും മിണ്ടുമോ എന്നുള്ളതായിരുന്നു പ്രധാന ആകാംക്ഷ. എന്താണ് ബ്രോ, മൊടയാണോ? എന്താണ് മൊടയാണോന്ന്? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. രണ്ടുപേരും. പക്ഷെ വേദിയിലേക്ക് ചെറുചിരിയുമായി എത്തിയ പിണറായി വിജയനെ കണ്ടഭാവം നടിച്ചില്ല ഗവർണർ. കണക്ക് തീർക്കാമെന്നാണോ? അതേന്ന് പറടാ. അതേന്ന് കൂട്ടിക്കും, ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. ഇരുന്നത് അടുത്തടുത്ത സീറ്റിൽ, പക്ഷെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അമർഷത്തിൽ ഇരുവരും. താനാരാ? ഞാൻ ആരാണെന്ന് ഈ നാട്ടിലെ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം. ചടങ്ങുകളെല്ലാം ഔപചാരികമായി നടക്കുമ്പോൾ കണ്ട പരിചയം പോലുമില്ലാതെ ഭരണത്തലവനും ഭരണഘടനാ തലവനും. അങ്ങനല്ലേ പാടുള്ളൂ. പക്ഷെ ദേശീയ ഗാനം തീർന്നതോടെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാതെ ഗവർണർ വേദി വിട്ടു. എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ? എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ പോയി പിണങ്ങിപ്പോയി. ഞാനൊരു വലിയ സംഭവം അല്ലേ? വേറെ ആരും ഇല്ലെങ്കിൽ ഇതാ ദ്രോഹി മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ആണെങ്കിൽ കണക്കായി പോയി. നീ ഒട്ടും മോശമൊന്നുമല്ല. ഇല വന്ന് മുള്ളില് വീണാലും മുള്ളി നിലയിൽ വീണാലും ചീത്തപ്പേരൊക്കെ മുള്ളിന്. ഞാൻ പോട്ടെ.